പൊന്നാര ചങ്ങായിമാരെ, ഇന്നത്തെ ഈ വണ്ടിന്റെ ഓട്ടം കണ്ടോളിട്ട് നിങ്ങള്. അങ്ങനെ ആദ്യം കിട്ടിയ പണിയുടെ വാർപ്പിന്റെ പല കൊണ്ടുപോകാനാണ് ഈ കാണുന്ന സൈറ്റിൽ നിന്നാട്ട് ലോഡ് കയറ്റാളെ. വീടിന്റെ മുന്നിൽ വണ്ടി വേക്ക് വെക്കാൻ കഴിയാത്ത കൊളത്തിൽ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബൈക്കല്ലാത്ത ഒരു സാധനം പോകാത്ത കൊളത്തിൽ വെക്കേണ്ടി വന്നിട്ടാണ് വണ്ടിയുടെ വെച്ചത് ഓർമ്മകളും അതാ വരുന്ന പുട്ടിൽ തേങ്ങട്ട മാതിരി ഒരു വലിയ വണ്ടി ഒരു ചെറിയ വണ്ടി, ഒരു വലിയ വണ്ടി ഒരു ചെറിയ വണ്ടി, ഇതാ കളി. ഇതിനൊക്കെ വേണ്ട നമ്മൾ വണ്ടി മാറ്റി എടുക്കുക. ഇതെന്താ ലോഡ് കയറ്റാൻ നേരം വെക്കണേ നോക്കിയപ്പോൾ വീടിന്റെ ബേക്കിലാണ് ഇതിന്റെ പലക പൊളിച്ചെടുക്കാനുള്ളത്. അങ്ങനെ അവിടുന്ന് കംപ്ലീറ്റ് ലോഡും കയറ്റി പിന്നെ ഈ വീടിന്റെ അപ്സ്റ്ററിലേക്കട്ടോ ഈ സാധനം കയറ്റാനുള്ളത്. അതുകൊണ്ട് എന്താ ഈ 10 മിനിറ്റിന്റെ സ്ഥാനത്ത് 20 മിനിറ്റ് ആവും. അങ്ങനെ അവിടെ ലോഡ് ഇറക്കി പിന്നെ തിരിച്ചു പോരുമ്പോൾ ഇതിന്റെ മുന്നിൽ കൂടെ പായൻ എന്തിനാ അറിയോന് മെയിൻ റോഡ് വന്ന് വണ്ടി വരുന്നുണ്ടോ അല്ലേ നോക്കാനാട്ടോ ഓനെ ഏൽപ്പിച്ചേ. കാവന്നൂരത്തെ സിഗ്നലിന്റെ മാതിരി ഒരു കാര്യമില്ലാതെ ഓനൊരു സിഗ്നൽ തന്നെ നേരെ മെയിൻ റോഡിന്റെ അടുത്തുമ്പോൾ പിന്നെ വണ്ടി എടുക്കും. അങ്ങനെ ഇതേപോലെ 2-3 വട്ടം കളിപ്പിച്ച് ലാസ്റ്റ് വണ്ടി പിന്നെ അടുക്കും. നോക്കുമ്പോൾ വീല് നല്ല കറങ്ങല്, ലോഡ് ലൈറ്റ് ആണ്. അപ്പൊ ഉള്ള പണിക്കാരെ മുഴുവൻ കയറ്റി നേരെ ഒറ്റ എടുക്കല്. ഇത് പിന്നെ എന്റെ സിഗ്നൽ അടുത്തിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ഓട്ടം പോകാനും വണ്ടിന്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യത ചാവിയും കൊണ്ട് ഒറ്റ പോക്കണം. ഓൻ ഓട്ടം കൊണ്ടാതെ ചാവി ഇതല്ലാന്ന് ഓൻ പറയുന്നത്. എങ്ങനെയൊക്കെ പഞ്ചായത്ത് പറഞ്ഞു നോക്കിയിട്ട് ഓൻ ഇറങ്ങി കൊടുത്തില്ല. ഏതായാലും പിന്നെ ഓനെടുക്കുണ്ടോ എല്ലാം എന്താ കാട്ടി. പിന്നെ ഓനും കൊണ്ട് നേരെ പോണ അടക്ക കയറ്റാനാണ്. സൈറ്റിൽ എത്തിയാൽ പിന്നെ ഓനെന്നെ മെയിൻ. എല്ലാത്തിനും ഓന് ചാക്കിന്റെ തല പിടിച്ചാനും അടക്ക കയറ്റാനും എല്ലാത്തിനും പിന്നെ ഓൻ തന്നെ മതി. അങ്ങനെ അതും ലോഡ് ഇറക്കി നേരെ തിരിച്ചു പോരാണ്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പൈസ ആയിട്ട് വരുമ്പോൾ ഇവന്റെ വിചാരം ഇതൊക്കെ നമ്മൾ വീട് പണിക്കുള്ളതാണെന്നുള്ള. പക്ഷേ ഈ പൈസന്റെ ആഴ്ച ഈ വീടത്തിന് വരെ എന്നുള്ള ഓൻ അറിയില്ലല്ലോ പാവം. ഏതായാലും പണിയെടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വെള്ളം വാങ്ങിയെടുക്കാൻ വിചാരിച്ച് ഇവിടെ കയറിട്ടോ. അങ്ങനെ കയറി വെക്കുമ്പോൾ ഇയാൾക്ക് നമ്മളെ നാട്ടിൽ വലിയ തിരക്ക്. ഇതൊന്നും ഇവിടെ 5 മിനിറ്റ് കൊണ്ട് അപ്പ വരാൻ ഒരൊറ്റ പോക്ക് വരുന്നത്. എന്തിനാ പോയെന്ന് ആർക്കറിയാം. ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഈ 5 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലും കെട്ടുന്നതാന്നുള്ള ഓൻ കേട്ടെന്ന് എനിക്ക്. ഏതായാലും മുതലാളി വരുമ്പോഴത്തേനും കുറച്ച് സാധനവും വെള്ളേരം. അതിനിടെ ചെറിയ 2 കസ്റ്റമറെ സാധനം കൊടുത്ത് പിരിച്ചു വിടലും കഴിഞ്ഞിട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ ഓനോട് കൊണ്ടുപോയി. അവൻ കഴിഞ്ഞ് പിന്നെ പോയ കമ്പനി ഓട്ടാണ്. ഇതിന്റെ രണ്ടാമത്തെ ചെക്കനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരാനാണ് ഞാൻ ഈ വന്ന്. വീട്ടിലെത്തണമെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങി അല്ലെങ്കിൽ പാട്ടുകുട്ടി ഇങ്ങനെ ഈ പ്രാവശ്യം പൈപ്പരേ വേണ്ടി 1 2 അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിട്ടിയോട്ടെ പിന്നെ രാത്രിയാണ്. ഇവിടുന്ന് ഒരു പോത്തിന് കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. ഇതിൽ ഏത് പോത്ത് എന്റെ കൂടെ വരാനുള്ളത് ഒരൊറ്റ പോത്തിനും അറിയില്ല കേട്ടോ. എല്ലാ പോത്തും കണ്ണിലെത്തി പിന്നെ പേടിപ്പിച്ചാണ് 2 പേടിച്ചിന്. അങ്ങനെ മുതലാളി വന്നത് ആ പോത്തിന് കിട്ടിയിട്ട് പോത്ത് നല്ല ഉഷാറായി കയറേണ്ട വണ്ടിയിൽ. അങ്ങനെ നേരെ സൈറ്റിലെത്തി. പോത്തൊക്കെ പണ്ട് മതിൽ ചാടാൻ പോകേണ്ടി തോന്നുന്നുണ്ട്. എന്താ ചാട്ടം ഇതിന്റെ ഒക്കെ.